അരുൺ, നോക്കൂ, ഇവിടെ ഈ കുടുംബത്തിന് ഈ സംശയങ്ങൾ നേരത്തെ ഉള്ളതാണെങ്കിൽ കൂടിയും ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വേണമെങ്കിൽ കോടതിയിലേക്ക് മൂവ് ചെയ്യാമായിരുന്നു. അത് ചെയ്തില്ല. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ് ചെയ്യുന്നത്. ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും പാർട്ടിയെ പ്രതിരോധത്തിലായി കൂടാ എന്ന് പരമ്പരാഗതമായി പാർട്ടിക്കാരായ ആ കുടുംബത്തിന് നിർബന്ധമുണ്ട്. അത് ഈ പോലീസിലുള്ള അവിശ്വാസം ഇക്കാലം അത്രയും അവർ തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല. ഈ പോലീസ് സർവീസിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് തന്നെയാണ് ആ കുടുംബം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് പറയുന്നത് അവിശ്വാസത്തിൻ്റെ അങ്ങേയറ്റത്തിലല്ലേ അരുൺ രാജ്? തീർച്ചയായും 1.5 ആഴ്ച മുമ്പ് തന്നെ വലിയ വിശ്വാസം ഈ അന്വേഷണ സംഘത്തിലും സർക്കാരിലും ഈ കുടുംബത്തിനുണ്ടായിരുന്നു. നവീൻ ബാബുവിന്റെ മരണം അത് ഏത് രീതിയിലാണ് ഉണ്ടായത്, അതിന് കാരണക്കാരാരാണ് എന്നീ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും എന്നതായിരുന്നു ഈ കുടുംബം പ്രതീക്ഷിച്ചത്. അത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു അന്വേഷണം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ 1.5 ആഴ്ച മുമ്പ് ഈ വീട്ടിലേക്ക് എത്തിയ SIT ടീമിന്റെ അന്വേഷണ സംഘം നടത്തിയ ചോദ്യം ചെയ്യൽ, അതുമായി ബന്ധപ്പെട്ട് നടത്തിയ മൊഴിയെടുപ്പ്, അതിലാണ് ഈ കുടുംബത്തിന് പൂർണ്ണമായും വിശ്വാസം നഷ്ടപ്പെട്ടത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് തങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടിട്ട് അതുമായി ബന്ധപ്പെട്ട ഇൻക്വസ്റ്റ് നടപടികളിൽ തങ്ങൾ കണ്ണൂരിലേക്ക് എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അത് പൂർത്തിയാക്കാൻ കളക്ടർ തിടുക്കം കാണിച്ചത്? ഇത് സംബന്ധിച്ച് SIT ടീം അംഗങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും അന്വേഷണം നടത്തിയില്ല. മറ്റൊന്ന്, ഈ പരിയാരം മെഡിക്കൽ കോളേജ്, അവിടെ തൻ്റെ ഭർത്താവിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് താൻ ആവശ്യപ്പെട്ടതാണ്. എന്നിട്ട് പോലും അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്താൻ കളക്ടർ തന്നെ മുൻകൈയിട്ട് ഇടപെടൽ നടത്തി. കളക്ടർ താൻ എല്ലാം നോക്കിക്കൊള്ളാമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയായിരുന്നു തങ്ങളോട് ചെയ്തത്. ഇതൊരു ഗൂഢാലോചനയാണ്, ഒരു ചതിയാണ് എന്നുള്ളതാണ് കുടുംബം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് PP ദിവ്യ, അത് ജാമ്യത്തിലിറങ്ങിയ ശേഷം PP ദിവ്യയ്ക്ക് കിട്ടിയ പാർട്ടി നേതാക്കളിൽ നിന്ന് കിട്ടിയ സ്വീകരണം, അംഗീകാരം, അത് ഈ കേസുമായി ബന്ധപ്പെട്ട മുന്നോട്ടുള്ള പോക്കിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട് തങ്ങളിൽ എന്നുള്ളതാണ് കുടുംബം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്. ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചുകൊണ്ടാണ് ഇനി SIT ടീമോ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാട് നിലവിൽ കുടുംബം എടുത്തിട്ടുള്ളത്. ഒരു CBI അന്വേഷണത്തിലൂടെ ഇക്കാര്യത്തിൽ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് വ്യക്തമായ ഒരു സൂചന അല്ലെങ്കിൽ വ്യക്തമായ ഒരു വിവരം ലഭിക്കുമെന്നും കുടുംബം വിശ്വസിക്കുന്നു. ആത്മഹത്യയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആത്മഹത്യാ കുറിപ്പില്ലാതെ പോയത് എന്ന ചോദ്യം കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട്. കാരണം നവീൻ ബാബു കുടുംബവുമായി അത്ര അടുത്ത് ഇടപഴകിയ വ്യക്തിയാണ്. സ്വാഭാവികമായും ആത്മഹത്യയാണെങ്കിൽ കുടുംബത്തോട് എന്തെങ്കിലും അവസാന നിമിഷം അദ്ദേഹത്തിന് പറയുവാനുണ്ടായിരിക്കും. അത്തരമൊരു ആത്മഹത്യാ കുറിപ്പ് ഫോണിലോ അല്ലെങ്കിലോ മറ്റെവിടെയെങ്കിലോ ഉണ്ടായിരിക്കും. ഇതിനെക്കുറിച്ച് ഒരു ഘട്ടത്തിൽ പോലും ഈ പ്രത്യേക അന്വേഷണ സംഘമോ കേസ് ആദ്യം അന്വേഷിച്ച ഈ പോലീസോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നതാണ് കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പ്രധാനങ്ങളിൽ ഒന്ന്. ഇതെല്ലാം തന്നെ കൂട്ടി വായിച്ചുകൊണ്ടാണ് CBI വരണം, ഈ കേസിൽ CBI അന്വേഷണമാണ് അനിവാര്യം എന്ന് കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇതിലൊരു രാഷ്ട്രീയപരമായ നീക്കം കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അല്പസമയത്തിനകം തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ കാണുന്നുണ്ട്. കാരണം CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ പരിപൂർണമായ പിന്തുണ BJPയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിൽ രാഷ്ട്രീയപരമായ നീക്കം കൂടി BJP നടത്തുന്നു എന്നുള്ള കാര്യം ഏറെ പ്രധാനപ്പെട്ടതാണ്. കാരണം നവീൻ ബാബുവിനെ സംബന്ധിച്ച് കേരളം വലിയ നോവായി, വലിയ വേദനയായി ഏറ്റെടുത്തൊരു വിഷയമാണ് നവീൻ ബാബുവിൻ്റെ മരണം. ആ സംഭവത്തിൽ ശരിയായ ദിശയിലല്ല 41 ദിവസത്തിന് ശേഷവും അന്വേഷണം പോകുന്നതെന്ന് ഈ കുടുംബം തന്നെ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണങ്ങളിൽ രാഷ്ട്രീയപരമായ പിന്തുണ കൂടി ഇപ്പോൾ പുറത്തുനിന്ന് ലഭിക്കുകയാണ്. ഓക്കെ, അരുൺ രാജ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇക്കാലം അത്രയും പോലീസിൽ വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ സർക്കാരിൽ വിശ്വാസമുണ്ട്, ഈ പ്രോസിക്യൂട്ടറിൽ വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയായിരുന്നു നവീൻ ബാബുവിൻ്റെ കുടുംബം. ഇപ്പോൾ ആ വിശ്വാസം അത് അവിശ്വാസമായി മാറുന്നുണ്ട്. അത് കോടതിയിലേക്ക് CBI അന്വേഷണം ആവശ്യപ്പെട്ട് നീങ്ങുന്നു. CBI അന്വേഷണം വെറുതെ ആവശ്യപ്പെടുന്നതല്ല. ഈ SITയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഇത് അവർ തെളിവുകൾ ശേഖരിക്കുന്നില്ലെന്ന് മാത്രമല്ല പ്രതിഭാഗത്തിന് വ്യാജ തെളിവ് ഉണ്ടാക്കാൻ കൂട്ടുനിൽക്കുന്നു എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നതടക്കം കുടുംബം പറയുകയാണ്. ശ്രീകാന്ത് ചെയ്യുന്നു. ശ്രീകാന്ത്, ഇന്നിപ്പോൾ വളരെ ഹ്രസ്വമായ കോടതി നടപടികൾ 6-ാം തീയതിയിലേക്ക് മാറ്റിയാൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ കേസ് ഡയറി ഹാജരാക്കാൻ പറയുന്നത് ഇന്നത്തെ ആ ഹ്രസ്വമാണെങ്കിൽ കൂടിയും ഏറ്റവും ക്രൂഷ്യൽ അല്ലേ? കാര്യം കേസ് എന്ന് പറയുമ്പോൾ ഫ്രം ദ ബിഗിനിങ് എല്ലാ കാര്യങ്ങളും എഴുതി വച്ചിരിക്കുന്ന ഒരു രേഖയാണ്. അത് കോടതിക്ക് മുൻപാകെ വരുന്നത് ഈ കേസിൽ പ്രധാനമാണ്. CBI അന്വേഷണത്തിലേക്ക് വിടുമ്പോൾ രണ്ടാമത്തെ കാര്യം, സർക്കാർ നിലപാട് അറിയിക്കേണ്ടതുണ്ട്. സർക്കാർ എപ്പോഴും കുടുംബത്തിനൊപ്പം എന്ന് പറയുന്ന സർക്കാർ ഈ വിഷയത്തിലും കുടുംബത്തിനൊപ്പമാണോ എന്നതും അറിയേണ്ടതുണ്ട്. ശ്രീകാന്ത്. ഹഷ്മി, ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ക്രൂഷ്യലാണ്. CPIM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർണായകമാണ്. അതോടൊപ്പം തന്നെ ആ കേസ് ഡയറിയിൽ എന്തൊക്കെയാണുള്ളത് എന്ന് ആ കുടുംബത്തിനു കൂടി അറിയാൻ സാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. അതായത് ഈ കേസ് ഡയറി കോടതിയിലേക്ക് വരുമ്പോൾ കോടതിക്കത് ഇതുവരെയുള്ള പോലീസിന്റെ അന്വേഷണം, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഏത് തരത്തിലുള്ളതായിരുന്നു, അതിലെന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടായിട്ടുണ്ടോ, അട്ടിമറികൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് അത് സ്വാഭാവികമായും കോടതിക്ക് മനസ്സിലാകുന്നതാണ്.
അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കേസ് വിശദമായി കേൾക്കാൻ തീരുമാനിച്ചു എന്ന് കോടതി പറയാതെ പറയുന്നത് ഈ കേസ് ഡയറി വിളിച്ചു വരുത്തുമ്പോഴാണ്. അതായത് അത് വിശദമായി തന്നെ ആ കേസിലേക്ക് ഇറങ്ങാൻ കോടതി തീരുമാനിച്ചു എന്നുള്ളതാണ് അതിൽ നിന്നും നമ്മൾ വായിച്ചെടുക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് കേസ് ഡയറി പഠിച്ച ശേഷം കോടതി സർക്കാരിന്റെ നിലപാട് കൂടി പരിശോധിക്കും. സർക്കാർ അതിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരം. ഇതുവരെയും സർക്കാർ പറഞ്ഞത് ഞങ്ങൾ ആ കുടുംബത്തിനൊപ്പമാണ്, ആ മരിച്ച ADM നവീൻ ബാബുവിനൊപ്പമാണ് എന്നുള്ളതാണ്. കാരണം അവർ പാർട്ടി കുടുംബം കൂടിയാണ് എന്നതും ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഈ ഹർജിയിൽ പോലീസിനും, അതായത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിനും